ഇൻഡിഗോ സമരത്തിൽ വലഞ്ഞ ഗൾഫിൽ നിന്നുള്ള യാത്രക്കാരും UAE-യിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള 4 ഇൻഡിഗോ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. 10 മണിക്കൂറോളം വൈകിയാണ് ചില വിമാനങ്ങൾ പുറപ്പെട്ടത്. ഇതോടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് പ്രതിസന്ധിയിലായത്. എനിക്ക് നാളെയും മറ്റന്നാളായിട്ട് പെങ്ങളെ കല്യാണം, അതിന് വേണ്ടിയിട്ട് നാട്ടിൽ പോകാൻ കഴിഞ്ഞതാണ്. ഷാർജയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എയർലൈൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു മെയിലോ ഈവൻ അവരറിയിച്ചിട്ടില്ല. നമ്മൾ ഇത്രയും ദൂരം ഓടി വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഫാമിലി കുട്ടികളുമായിട്ട് ഇങ്ങനെ ഒരുപാട് സമയമായി. ട്രാവൽ ഏജന്റിനും യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. ഷാർജയിൽ നിന്നും ഫുജൈറയിലെത്തി കേരളത്തിലേക്ക് പോകേണ്ടിയിരുന്ന യാത്രക്കാരന്റെ അവസ്ഥയാണ് ഇത്. ഒരാൾക്ക് മാത്രമല്ല, ഗൾഫിൽ നിന്നുമുള്ള നിരവധി യാത്രക്കാർ ഇങ്ങനെ ദുരിത വഴിയിലായി. ചിലർ തിരിച്ചുപോയി. 3:30 പോകേണ്ട കണ്ണൂരിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് ഇപ്പോൾ ഓൾറെഡി അവർക്ക് തന്നെ പറയാൻ കഴിയുന്നില്ല എത്ര മണിക്ക് ഇത് പുറപ്പെടാൻ കഴിയുമെന്ന്. അവർക്ക് ഇതുവരെയും ഒരു ഇൻഫർമേഷൻ ഇൻഡിഗോക്ക് പറയാൻ കഴിയുന്നില്ല. ഇൻഡിഗോയുടെ ഇതിന് തൊട്ട് മുമ്പുള്ള ഫ്ലൈറ്റ് ഇതുപോലെ നിന്നിട്ട് അവസാനം അത് ക്യാൻസൽ ആവുകയായിരുന്നു. പലരും ഫുജൈറയിലേക്ക് ബസ്സിലൊക്കെയാണ് ഷാർജയിൽ നിന്നും ദുബൈയിൽ നിന്നും ഒക്കെ വന്നത്. അന്നേരം അവരെ തിരിച്ചു പോകുന്നതിന് ഒരു സംവിധാനമൊന്നും എയർലൈനിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള അപ്ഡേഷൻസും ഇല്ല. UAE-യിൽ നിന്നും ഇൻഡിഗോയ്ക്ക് 40 സർവീസുകളാണ് പ്രതിദിനം ഇന്ത്യയിലേക്കുള്ളത്. ഇതിൽ 10%, അതായത് 4 സർവീസുകൾ ഇന്ന് റദ്ദാക്കി. അരമണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെയാണ് ചില വിമാനങ്ങൾ വൈകിയത്. വിസ കാലാവധി തീർന്നവരും മറ്റൊരു വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ ശേഷിയില്ലാത്തവരുമെല്ലാം ദുരിതത്തിലായി. അബുദാബി, ദുബായ്, ഫുജൈറ, റാസൽ ഖൈമ ഈ 4 വിമാനത്താവളങ്ങളിൽ നിന്നുമാണ് ഇൻഡിഗോയ്ക്ക് UAE-യിൽ നിന്നും ഇന്ത്യയിലേക്ക് സർവീസ് ഉള്ളത്. അതുപോലെ തന്നെ സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ സർവീസുകളെയും കാര്യമായി ഇപ്പോഴത്തെ സമരം ബാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായിട്ടുള്ള ഇൻഡിഗോ ഇത്തരത്തിൽ താളം തെറ്റിയതോടുകൂടി എയർ ഇന്ത്യ അടക്കമുള്ള മറ്റ് വിമാന കമ്പനികൾ ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത്. ദുബായിൽ നിന്ന് മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിവിറ്റം, മാതൃഭൂമി ന്യൂസ്.